നമസ്കാരം. ഇമ്മിണി വലിയൊരു ഫാന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസിനെ ക്ഷണിക്കണം. അവരില്ലാണ്ട് നമുക്കത് തുടങ്ങാൻ പറ്റില്ല. സോ വിവേകേട്ടാ, സൗഭാഗ്യ, അമ്മു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് പുതിയ എപ്പിസോഡാണ്. നമ്മളത് തുടങ്ങുമ്പോൾ നമ്മൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്. എന്താണെന്നറിയാമോ? ഇത് നമ്മളെ ദാസേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പം നമ്മളെ ദാസേട്ടൻ്റെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് ദാസേട്ടൻ്റെ ഫാനായിട്ടുള്ള അഭിനന്ദിനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം അഭിനന്ദ്. അഭിനന്ദ്, ഭയങ്കര സന്തോഷത്തിലാണ് അഭിനന്ദ്. ദാസാറിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ പെർഫോം ചെയ്യാൻ കിട്ടിയ ആ ഒരു ത്രില്ല് അഭിനന്ദിന്റെ മുഖത്ത് ശരിക്കും കാണാനുണ്ട്. എന്താ പറയാ, ഒരു ഫാനിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ അത്? ശരിക്കും. ഏത് പാട്ടാ പോലെ സെലക്ട് ചെയ്തിരിക്കുന്നത്? കൽപ്പാന്തകാലത്തോളം എന്നുള്ളൊരു ടഫ് സോങ് ആണ് മോൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മോന് പാടാൻ പറ്റട്ടെ. എസ്പെഷ്യലി ബർത്ത്ഡേക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് മോൻ ഇപ്പോൾ ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലോണം പെർഫോം ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ദാസേട്ടന് എന്റെ പിറന്നാൾ ആശംസകൾ. ഇത് ദാസേട്ടനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഈ പാട്ട്. നന്നായിട്ട് പാടും. ഓക്കെ, താങ്ക് യു. ഇത് ഇമ്മിണി വലിയൊരു ഫാനിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ ആയിക്കോട്ടെ. അതെ അതെ. ഓൾ ദി ബെസ്റ്റ് അഭിനന്ദ്, നന്നായിട്ട് പാടാം. ഓക്കെ, താങ്ക് യു. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും.
ശരിക്കും പറഞ്ഞാൽ ദാസേട്ടൻ്റെ ബർത്ത്ഡേ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്പെഷ്യൽ പെർഫോമൻസ് തന്നെയായിരുന്നു അത്. താങ്ക് യു. നിങ്ങൾക്ക് എന്താ എഴുതിയ കേട്ടോ? ആദ്യം എഴുതിയിട്ടുണ്ട് ക്ലാപ്പ്. അഭിക്കുട്ടൻ്റെ വഴി ദാസാറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്, അതായത് നമ്മുടെ ഇമ്മിണി വലിയൊരു ഫാൻ എന്നുള്ള ഒരു ഷോയിൽ നിന്നും നമുക്ക് ദാസേട്ടൻ്റെ ബർത്ത്ഡേക്ക് ദാസേട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇപ്പോൾ നമുക്ക് അഭിക്കുട്ടൻ വഴി കൊടുക്കാൻ പറ്റും. താങ്ക് യു. അതും ദാസേട്ടൻ്റെ ഫാനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളെല്ലാം കൂടെ നമ്മൾ കൂടെ നിന്നാൽ മതി, പുള്ളി കൊടുത്തോളും. നല്ല വണ്ടർഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ഫാൻ നിലയ്ക്ക് സാറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. വെരി ഹംബിൾ ട്രിബ്യൂട്ട് താങ്ക് ടു യു. ദ ലെജൻഡ്. ഹാപ്പി ബർത്ത്ഡേ ദാസാർ. സൗഭാഗ്യ. അഭിനന്ദ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഭാഷ അതിൻ്റെതായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് പറയുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആകുന്നത്. മോൻ ആ ലാംഗ്വേജിനെ നല്ലോണം യൂസ് ചെയ്തു, നല്ല പ്രൊനൗൺസിയേഷൻ, അത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒരു ഭാഷ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അഭിനന്ദ് യു ഡിഡ് ദാറ്റ് പാർട്ട് വെരി വെൽ. പിന്നെ പറയേണ്ട ഒരു കാര്യം, ശ്രുതി മാതാ ലയ പിത എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും നമ്മൾ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അതേപോലെ ഈ രണ്ട് കാര്യം നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയും. ആൻഡ് മോൻ അത് 100% മോൻ്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് എടുത്ത് പാടി. ശ്രുതിയൊന്നും പോവാണ്ട് താളമൊന്നും മിസ് ചെയ്യാണ്ട് മോൻ പാടുന്നുണ്ട്. അത് മോൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. എല്ലാ മേളോട്ടൊക്കെ പോകുമ്പോഴും അത് കറക്റ്റായിട്ട് എത്തി പാടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു എഫേർട്ടാണ് മോൻ എടുക്കുന്നത്. വെരി ഗുഡ് ആൻഡ് കീപ്പ് ഇറ്റ് അപ്പ് മോനെ. താങ്ക് യു. ആൻഡ് ഓർക്കസ്ട്ര ടീം, നിങ്ങളാണ് ഈ ഒരു മ്യൂസിക്കിൻ്റെ സോൾ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം, എൻ്റെ ഡാഡിയുടെ ബ്രദർ ചിദംബരയ്യർ ഇതുപോലെ ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോൾ ഇല്ല. സോ നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, നിങ്ങളാണ് ഇതിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും ഒരു എനർജി അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ സിംഗർക്ക് അത്രയും ഒരു റിസൾട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ബെസ്റ്റ് പാർട്ടിസ്റ്റ് ദാസറിന്റെ കൂടെ വർക്ക് ചെയ്ത ഓർക്കസ്ട്ര ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അനുപേട്ട നമ്മളോട് പറയൂ, എക്സ്പീരിയൻസ് പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഓർക്കസ്ട്ര ടീമിൻ്റെയും ഓൾ ക്രൂസിൻ്റെയും മുഴുവൻ ദാസേട്ടന് ജന്മദിനാശംസകൾ നേരുകയാണ്. ഇന്ന് അഭിനന്ദ് ഇവിടെ പാടിയ ഈ പാട്ട് ആയിട്ട് രസകരമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു കഥയാണ്, കഥയല്ല നടന്ന സംഭവം. ദാസേട്ടൻ മാക്ടിയുടെ ഒരു ഷോയ്ക്ക് ട്രിവാൻഡ്രത്ത് പാടാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ഈ പാട്ടാണ് ആ സ്റ്റേജിൽ ദാസേട്ടൻ പാടേണ്ടിയിരുന്നത്. ജസ്റ്റ് റിഹേഴ്സലായിട്ട് ദാസേട്ടൻ വന്നപ്പോൾ പാടുന്ന സമയത്ത് ദാസേട്ടന് ഈ ട്യൂണ് ജസ്റ്റ് ഒരു ഡൗട്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പാട്ടുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് അങ്ങനെ ഡൗട്ട് വന്നതുകൊണ്ട് ഈ പാട്ട് ആർക്കറിയാം എന്നുള്ളത് നോക്കിയിട്ട്, അപ്പോൾ എനിക്ക് ഈ ട്യൂൺ അറിയാമെന്ന് ആരോ പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുപോയി ദാസേട്ടൻ്റെ ഫ്രണ്ടിൽ നിർത്തി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ അടിമുറി വിറച്ച് ചെന്നപ്പോൾ അപ്പോഴേക്കും ഇവർ പാട്ട് റിഹേഴ്സൽ ചെയ്ത് തുടങ്ങി. ഇപ്പം ആദ്യം അവരിങ്ങനെ പാടി തുടങ്ങി, കൽപ്പാന്ത കാലത്തോളം കാതരേ നീ. എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ലോ പിച്ച് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊരു പരിധി കഴിഞ്ഞ് ഇറങ്ങത്തില്ല. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാൻ ചെന്നപ്പോൾ കൽഹാരഹാരവും അങ്ങനെ എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഞാനാകെ എങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഉടനെ അതിൻ്റെ മേൽ സ്ഥായിൽ കൽഹാരഹാരവുമായി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ദാസേട്ടൻ അത് കേട്ടിട്ട് ഇങ്ങനെ എഴുതി നൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിറിക്സിൻ്റെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അടിമുടി ഇങ്ങനെ നോക്കിയിട്ട്, നീ ആണോ പെണ്ണോ എന്ന് ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ശരിക്കും അന്ന് എനിക്ക് ദാസേട്ടൻ അതിന് ശേഷം ഒരു ടിപ്സ് പറഞ്ഞു തന്നു. ഏറ്റവും ലോ നോട്ട് കിട്ടുന്ന നോട്ട് അനൂപിന് ഏതാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ നോട്ടാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ദിവസം ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അതിൻ്റെ തൊട്ടടുത്ത് താഴത്തെ നോട്ട്, അടുത്ത ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഇറക്കി പോയാൽ അനൂപിന് നല്ലൊരു ആണത്തുള്ള ശബ്ദം കിട്ടുമെന്ന് അത് എല്ലാ കളിയാക്കലിലൂടെ ആണെങ്കിലും അതൊരു നല്ല ടിപ്പായിട്ട് എനിക്ക് തോന്നി. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഇതാണ്. വീണ്ടും ദാസേട്ടന് ജന്മദിനാശംസകൾ നേർന്നു. താങ്ക് യു സോ മച്ച് അനു ചേട്ടാ, ഇത്രയും നല്ലൊരു മെമ്മറീസ് നമ്മളോട് കൂടെ ഷെയർ ചെയ്തത്. എന്തായാലും അഭി നന്നായിട്ട് പാടി, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടുത്ത റൗണ്ടിൽ ഇതിലും ഗംഭീരമായിട്ട് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ അടുത്ത റൗണ്ടാണ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇനി നമ്മുടെ ഈ എപ്പിസോഡിലെ അടുത്ത ഫാനിനെ ക്ഷണിക്കാനുള്ള സമയമായി. സ്വാഗതം ചെയ്യാം അഫ്ന. സോ നമ്മുടെ മഞ്ജു വാര്യർ ഫാനായ അഫ്നയാണ് വന്നേക്കുന്നത്. അഫ്ന കുട്ടി,
സുഖാണോ? അസുഖമാണ്. അഫ്നക്കുട്ടി ഇന്ന് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? മഞ്ജു ചേച്ചിയുടെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള പടമായിരുന്നു സല്ലാപ്. ഓക്കെ, ഏത് എന്താ ഡാൻസ് ആണോ സ്കിറ്റ് ആണോ എന്താ ചെയ്യാൻ പോകുന്നത്? ഡാൻസ് സ്കിറ്റും. ഡാൻസിൽ ഏത് പാട്ടാ ചെയ്യാൻ പോണേ? പൊന്നിൽ കൊളിച്ച്. അപ്പൊ അതും ദാസേട്ടൻ പാടിയ പാട്ടാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ദാസ് സാറിന് ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മള് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല അതൊരു സ്ലോ സോങ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യണമെന്ന് കാണാൻ കുറച്ച് വെയിറ്റിംഗ് ആണ്. എന്തായാലും നോക്കാം നമുക്ക് മോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. ഓൾ ദ ബെസ്റ്റ് അഫ്ന, നന്നായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു. കുട്ടി ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ. നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഇടേണ്ട വരും സ്വീറ്റ് ആകാൻ. പോയി ആ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കും. വന്നേ, ഒന്നും കൂടെ വന്നേ. ഇത് കൊളമാണല്ലോ. അതേ തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളമാണല്ലോന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സ്വീറ്റാക്കിയ പോരെ. സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. പാടിക്കോളൂ, കുട്ടിക്ക് പറ്റും. പഠിപ്പിച്ചെടുക്കാം. കുട്ടി ഒന്നുകൂടെ പാടൂ. പാടൂ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. കൊളാണോ? ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ. നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം.
അതിഗംഭീരമായിരുന്നു. സത്യം എന്താ പറയണ്ടേന്ന് അറിയില്ല ശരിക്കും പറഞ്ഞ. നമുക്ക് എന്തായാലും ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. അമ്മു കിഡിലനായിരുന്നു. So good. I really loved it. എല്ലാവരും ഓരോരുത്തർ ഒരാളെ മാത്രം അഫ്നേനെ മാത്രമല്ല, ലൈക്ക് അഫ്നേനെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് തരാൻ വേണ്ടി ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു കോൺട്രിബ്യൂട്ടഡ് വെരി വെൽ. എല്ലാവരുടെയും പാട്ടും ഓരോരുത്തരും ഗംഭീരാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി വോണ്ട് ടു മീറ്റ് ദ കൊറിയോഗ്രാഫർ. ആരാ അത് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്? സുജിൻ മാസ്റ്റർ. മാസ്റ്റർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. താങ്ക് യു സോ വെരി മച്ച്. എനിക്കും കൂടെ തന്നൊരു ഗിഫ്റ്റാണ് അവർ ഇത്രയും നന്നായിട്ട്. എസ്പെഷ്യലി മോന്റെ പേരെന്താന്നാ പറഞ്ഞു? അഭിജിത്ത് ഭയങ്കര നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ദിലീപ് ഏട്ടന് എക്സാക്ട് ആയിരുന്നു. ആ ഡയലോഗ്സും ആ മാനറിസം എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് ഡാൻസ് വൈസ് ആണെങ്കിലും യു കോംപ്ലിമെന്റ് വെരി വെൽ. ചേട്ടൻ വാസ് സോ ഗുഡ്, സോ ഗുഡ്. ഞാൻ തുടക്കം മുതൽ ചേച്ചിയോട് പറയായിരുന്നു ലൈക്ക് ലുക്ക് അറ്റ് ഹിസ് വേ ഈസ് ആക്ടിങ്. അടിപൊളിയായിരുന്നു. ആൻഡ് നിങ്ങൾ രണ്ടുപേരും ലൈക്ക് മനുഷ്യേട്ടനൊക്കെ എക്സാക്ട് ലൈക്ക് ആ മാനറിസം അതുപോലെ ലൈക്ക് ആരാ പറഞ്ഞത് എൻ്റെ അടുത്ത്? ചേച്ചി തന്നെയാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അഫ്നേനും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്രാവശ്യം പ്രസന്റ് ചെയ്തത്. സോ ഐ റിയലി ലവ് ഇറ്റ്. യു ഗൈസ് ഐ റിയലി ലവ് ഇറ്റ്. സൗഭാഗ്യ എൻ്റെ എല്ലാ കമന്റ്സും ഓൾമോസ്റ്റ് സി അതായിരുന്നു. ഞങ്ങൾ 3 പേരും ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് തുടങ്ങി വി വർ പ്ലാനിങ് ഇത് പറയണം അങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ. ശരിക്കും യു റീക്രിയേറ്റഡ് ദ ഹോൾ മൂവി. അതിനെ ഒരു വേറെ ലെവലിൽ ഈ ഡാൻസിൻ്റെ ഒരു ടച്ചിൽ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് ബ്രില്യൻറ്റ്. അതായത് ശരിക്കും ഒരു മൂവി ടൈപ്പ് അല്ല, എന്നാൽ ആ മൂവിയുടെ ഫീൽ ഒരു ഡാൻസിൻ്റെ ഒരു രീതിയിൽ യു റീക്രിയേറ്റഡ് ഇറ്റ് ആൻഡ് ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. ആൻഡ് കൊറിയോഗ്രാഫർ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ആൻഡ് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ ഒരാളുടെ കഴിവ് മനസ്സിലാക്കി അതിൻ്റെ ആപ്റ്റ് റോൾ കൊടുക്കുന്നതിൻ്റെ ഒരു എഫിഷ്യൻസി ഞാനിവിടെ കണ്ടു. എല്ലാ പേരും കറക്റ്റായിട്ടാണ് പെർഫോം ചെയ്തത്. ടൈമിങ് ഈവൻ ആ ദിലീപ് ബോയ് അവിടെ തബ്ലയിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ആ ടൈം വരെ കറക്റ്റായിരുന്നു. സോ ദാറ്റ്സ് ബ്രില്യൻറ്റ്. അപ്പോൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അതിന് മനസ്സിലായി. ആൻഡ് ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളിവിടെ ആ പോർഷനൊക്കെ യൂസ് ചെയ്ത് ഇത്രയും കവർ ചെയ്തൊരു പെർഫോമൻസ് ആദ്യമായിട്ടായിരിക്കും. അതൊക്കെ ഭയങ്കര രസമുണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ ഇതെവിടെ നിന്നാണ് കേൾക്കണത്, അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സീൻ നടക്കുന്നു, അടുത്ത ഇവിടെ. സോ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഓരോ പോർഷനിൽ ഓരോരോ സീൻ നടക്കുന്നത് ഭയങ്കര നന്നായിരുന്നു. ലിറ്ററലി ഒരു മൂവി കണ്ട ഫീൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് അടിപൊളിയായിരുന്നു. എടുത്ത് പറയണം, അത് സൂപ്പർവായിരുന്നു. ആൻഡ് മണിച്ചേട്ടൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. മോൾ സൂപ്പർബായിട്ടിരുന്നു. ആൻഡ് എനിക്ക് ഈ മോൾ അവിടെ ഈ പാട്ടിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആ ദിലീപ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരിങ്ങൽ എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർബായിരുന്നു. അതുപോലെ എൻ്റെ പാടി 2 പേരുടെ ആ ഐ കോണ്ടാക്ട്, ഇങ്ങനെ കണ്ണ് നോക്കി ആ ബുക്ക് മേടിക്കുന്നതൊക്കെ ശരിക്കും അത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പാണ്, ആക്ച്വലി ഒരു പോസാണ്. ആ പോസിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് സൂപ്പർ അടിപൊളി എന്നിങ്ങനെ പറയുന്നൊക്കെ ടൈം, ആ ഗ്യാപ്പിൽ നിന്നൊക്കെ ഒരു ടൈം പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബ്രില്യൻ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മളൊരു സ്റ്റാർട്ടിൽ ഒരു ഡയലോഗ് വരാണെങ്കിൽ ഓക്കെ, ഒരു പോസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ടൈമിങ്ങിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു അടിപൊളിയായിരുന്നു. ആൻഡ് ഇനി ബാക്കി ഞാൻ പറയാനല്ലേ, വിവേക് സാറിനും കൂടി എന്താ പറയാ. ഞാൻ ക്യാമറ എടുത്തൊരു കാര്യം പറയാം. ഇവർ എൻ്റെ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വോയിസ് ഓവറിൽ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞൊക്കെ ഇവര് പറഞ്ഞു. നമ്മുടെ കുഴപ്പമില്ല, ഇവർ ഇത്രയും പെർഫോം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ശരിയാണ്. കൺട്രോൾ ചെയ്യാൻ നോക്കി. ഞാൻ ഒരൊറ്റ കാര്യം വേണ്ട, ഈ സല്ലാപത്തില് ഈ ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ടോ, അത് നമുക്ക് ഇങ്ങനെയും ഡാൻസ് കളിക്കാം എന്നുള്ളത്. നമ്മൾ ഈ ഒരു പാട്ടിൽ നമ്മൾ ഡാൻസ് കളിക്കുന്നു, ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു പാട്ടിൽ എന്ത് ഡാൻസ് കളിക്കും, ഇത് എങ്ങനെ കളിക്കും? കൊറിയോഗ്രാഫർ കിടലം കേട്ടോ, ഇങ്ങനെ ഒരു സോങ്ങിന് ഇങ്ങനെ കൊറിയോഗ്രാഫി. ഇത് എനിക്ക് പറയാനുള്ളത് അഫ്നയുടെ മാത്രം പെർഫോമൻസ് അല്ല, ഇമ്മിണി വലിയ ഫാൻസ് ആയിരുന്നു മൊത്തം. നിങ്ങൾ മുഴുവനും കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ പെർഫോമൻസ്. ഈ നിൽക്കുന്നതൊക്കെ ആരാണ് അഫ്നയുടെ? ഇത് അഭിജിത്ത് ചേട്ടൻ, ഇത് കിരൺ ചേട്ടൻ. കിരൺ ചേട്ടൻ ആരാണ്? അഫ്നയുടെ ആരാണ്? ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് പഠിക്കുന്നുണ്ടോ കിരൺ? ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശരിക്കുള്ള ഒടുവിലുണ്ട് കൃഷ്ണന്റെ റിയാക്ഷൻ മാത്രം. ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചില്ല. ഗ്രീഷ്മ, ശ്രീജിത്ത്. അടുത്ത ആള് മുരുകൻ. മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യോ? ഇമിറ്റേറ്റ് ഇല്ല, ഞാൻ വാസന്തി ലക്ഷ്മിയുടെ ഫിഗറാണ് ചെയ്യണത് സ്റ്റേജിൽ. ഒന്ന് കാണിക്കാൻ പറ്റുമോ അതിനെന്തെങ്കിലും?
Oh my god. ഇവിടെ ലിറ്ററലി മിനി ബെല്ലൊരു ഫാൻ്റെ വൺ ഓഫ് ദി ഗോൾഡൻ പെർഫോമൻസ്. നമുക്കത് ഇവിടെ നമ്മള് പ്രശംസിച്ചാൽ പോലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചു തന്നെ പറയണം. ശരിക്കും ഞാൻ മണിച്ചേട്ടനെ ഓർത്തു പോകണം. പുള്ളിയുടെ ആ ഒരു മാനറിസം കണ്ടപ്പോഴത്തേക്കും നമ്മൾ മണിച്ചേട്ടനെ നമ്മൾ അറിയാതെയെങ്കിലും ഓർത്തു പോയി നമ്മുടെ മനസ്സിൽ. നമ്മുടെ അഫ്സൽ കുട്ടിയുടെ തകർപ്പൻ പെർഫോമൻസോടുകൂടി നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതും ഇന്നും ഈ പാട്ട് നമുക്ക് കേട്ടിയത് ദാസേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ദാസേട്ടൻ പാടിയ പാട്ട് അഫ്സൽ കുട്ടിയുടെ പെർഫോമൻസോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. അപ്പം ദാസേട്ടന് ഒരു ഗിഫ്റ്റ് കൂടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ എന്താ പറയുക ഫാൻസാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഒരുപാട് പെർഫോമൻസ് ഇനി വരുന്ന എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും ഒരു നല്ലൊരു വിരുന്നായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദാൻ goodbye. Fashion partner for Vivek Gopan, Malavika Nair and Lakshmi, Central Mall, Trivandrum. Costume courtesy for Saubhagya, Thans. Accessories for Malavika Nair, Alfonsa. Accessories for Lakshmi, Alfonsa.